മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്ന സാധ്യതാ ചോദ്യങ്ങൾ നോക്കിയാണ് വീഡിയോ തയ്യാറാക്കിയതെന്ന് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയന അധ്യാപകൻ 24-നോട്. ആരോപണം ഉയർന്ന കൊടുവള്ളി MS സൊല്യൂഷൻ സ്ഥാപനത്തിലെ ഇംഗ്ലീഷ് വീഡിയോ തയ്യാറാക്കിയ അധ്യാപകനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ചോദ്യപേപ്പർ ചോർത്തിയല്ല ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്നും അധ്യാപകൻ പറയുന്നു. ഈ ഒരു സാധനം ചെയ്യുന്നതിന് മുൻപ് മറ്റു ചാനലുകൾ എന്തൊക്കെയാണ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന ഒരു വേർഷനും കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉൾക്കൊള്ളിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ സാധനം വന്നിട്ടുള്ളത്. ഇതേ കാര്യങ്ങൾ 6 മണിക്കും 7 മണിക്കും വന്നിട്ടുള്ള മറ്റു പ്രമുഖ യൂട്യൂബ് ചാനലുകളിലെല്ലാം ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ച് പറയുകയും ഇത് പ്രഡിക്ഷനായിട്ട് അവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് MS സൊല്യൂഷനെതിരെ മാത്രം ഈ ആരോപണം വരുന്നത് എന്നൊരു മറുചോദ്യമാണ് എനിക്കവിടെ ചോദിക്കാനുള്ളത്. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്. ആദ്യം ഒരു പാരഗ്രാഫ് കോംപ്രഹെൻഷൻ, പിന്നെ ഒരു പോം കോംപ്രഹെൻഷൻ, പിന്നെ അപ്രീസിയേഷൻ, പിന്നെ ഒരു ഔട്ട്സൈഡ് പാരഗ്രാഫ്, ഇങ്ങനെ അത് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രമുഖ ചാനലുകളും അതോടൊപ്പം നമ്മളും ക്വസ്റ്റ്യൻ പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നേരത്തെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് നമ്മൾ ആ പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പാറ്റേണിൽ പറയുമ്പോൾ അതേ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. അതാണ്, നമുക്ക് അതിലപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുകയാണ്. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു ചെയ്യുന്നു. അഭിജിത്ത്, അധ്യാപകൻ പറയും പ്രകാരം പാറ്റേൺ മാത്രമല്ലോ പ്രശ്നം, ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കുന്ന പ്രശ്നമാണല്ലോ അഭിജിത്ത്. അതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്താണ്? ഹാഷ്മി, ഇത് നേരത്തെ ഈ MS സൊല്യൂഷൻ്റെ CEO ആയ ഷുഹൈബ് ഉയർത്തിയ അതേ വാദങ്ങൾ തന്നെയാണ്. നമ്മൾ ആ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നേരെ മറിച്ച് ഏതെങ്കിലും ചോദ്യപേപ്പറുകൾ ചോർത്തി ഉണ്ടാക്കിയ ചോദ്യങ്ങളല്ല തങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ വന്നത് എന്നുള്ളതായിരുന്നു ഷുഹൈബ് നേരത്തെ ഈ യൂട്യൂബിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും സമാനമായ രീതിയിലുള്ള വാദമുഖങ്ങൾ തന്നെ ഉയർത്തുകയാണ് ഈ ഇംഗ്ലീഷ് അധ്യാപകൻ. ഇദ്ദേഹമാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ആ ഇംഗ്ലീഷ് വീഡിയോയിലെ കണ്ടന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങൾക്ക് മുൻപ് മറ്റ് പല ഓൺലൈൻ ഈ ട്യൂഷൻ പ്ലാറ്റ്ഫോമുകളും ഇത്തരം വീഡിയോകൾ തയ്യാറാക്കിയിരുന്നു. അവർ തലേന്ന് രാത്രി 7 മണിയോടകം തന്നെ ഇത്തരം വീഡിയോകൾ തയ്യാറാക്കുകയും അവരുടെ യൂട്യൂബ് ചാനലുകളിൽ അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. അതിനൊക്കെ ശേഷം പുലർച്ചെ 12 മണിയോടെയാണ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തുവിടുന്നത്. തങ്ങൾ ഇത്തരം വീഡിയോകൾ തയ്യാറാക്കിയത് മറ്റ് യൂട്യൂബ് ചാനലുകളുടെ ചോദ്യങ്ങൾ അനുസരിച്ചും ഒപ്പം തങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് അനുസരിച്ചുമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർത്തൽ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അന്വേഷണത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അതേസമയം തന്നെ മറ്റ് യൂട്യൂബ് ചാനലുകൾക്ക് നേരെയും ഇത്തരം മറ്റ് ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകൾക്ക് നേരെയും അന്വേഷണം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ യോഗം നിലവിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് SP മൊയ്തീൻ കുട്ടിക്കാണ് അന്വേഷണ ചുമതല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ അന്വേഷണം തുടരുകയാണ്. മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ ഈ യോഗത്തിന് ശേഷം കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ FIR ഇടുക, ഒപ്പം ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്യുക, മൊഴിയെടുക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്കല്ലേ ഏതായാലും ഇന്ന് തന്നെ ഈ അന്വേഷണ സംഘം കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇതാണ് ഈ അധ്യാപകൻ നൽകുന്ന മറുപടി. ഈ ആരോപണങ്ങളെല്ലാം അദ്ദേഹം തള്ളുകയാണ്. ഓക്കെ, എന്തായാലും ഈ ക്രിസ്മസ് പരീക്ഷാ ചോദ്യങ്ങളുമായി ഏതാണ്ട് 90% സാമ്യം ഈ ചോദ്യങ്ങൾക്കുണ്ടായി. അപ്പോൾ അത് പാറ്റേൺ മാത്രം പ്രശ്നമല്ല, ചോദ്യങ്ങൾ തന്നെ അങ്ങനെ വരുന്നതാണ് സംശയത്തിനിടയാക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് സാദൃശ്യം ഉണ്ടാവുകയെങ്കിൽ ഇവർ ഇവിടെ ഒന്നുമല്ല ജോലി ചെയ്യേണ്ടവർ. അവർ കുറച്ചുകൂടി ഒരുപക്ഷെ സർക്കാർ സർവീസത്തിന് ഉന്നത പദവികളിലൊക്കെ ജോലി ചെയ്യേണ്ടവരാണ്. അങ്ങനെ പ്രഡിക്ഷൻ നടത്താൻ കഴിവുള്ളവരാണെങ്കിൽ. അതുമാത്രമല്ല, ഈ പറയുന്ന ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർ, ഇപ്പോഴും ഇത്തരം ട്യൂഷൻ സെൻ്ററുകളിൽ ജോലി എടുക്കുന്ന അധ്യാപകർ ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം അത് പാറ്റേൺ ആണോ മറ്റെന്തെങ്കിലും ആണോ എന്ന്.